ഇത് തിരുനാവായ. സാമൂതിരിമാർ പടനയിച്ച് ചരിത്രമെഴുതിയ മാമാങ്കകാലത്തിൻ്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന തീരം. ഓർമ്മകളുടെ ഈ അവശേഷിപ്പുകളെ നെഞ്ചോട് ചേർക്കുന്ന മാമാങ്ക പാരമ്പര്യമുള്ള ഒരു വൈദ്യകുടുംബം ഇന്ന് തിരുനാവായിലുണ്ട്. ചങ്ങമ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൈദ്യകുടുംബം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം കുടുംബങ്ങളിൽ ഒന്നാണ്. ആയുർവേദ മർമ്മ ചികിത്സാ രംഗത്ത് സ്വതസിദ്ധമായ ശൈലി നിലനിർത്തുന്ന ചങ്ങമ്പള്ളി വൈദ്യപരമ്പര കേരളത്തിനപ്പുറം ഇന്ത്യയിൽ തന്നെ അതിപ്രശസ്തരായി അറിയപ്പെടുന്നു. യന്ത്രവൽകൃത സംസ്കാരത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നെങ്കിലും പാരമ്പര്യശീലത്തെ കൈവെടിയാൻ ഈ വൈദ്യകുടുംബം തയ്യാറല്ല. ഇങ്ങനെ പിതൃക്കളുടെ പഥങ്ങളിലൂടെ ചങ്ങമ്പള്ളിക്കാർ ഇന്ന് യാത്ര തുടരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാരമ്പര്യ ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നായ ചങ്ങമ്പള്ളി വൈദ്യ പാരമ്പര്യത്തിൽ ഇന്ന് 150ഓളം കുടുംബങ്ങൾ ഉൾപ്പെടുന്നു. വിദേശ രാജ്യങ്ങളിലും അറിയപ്പെടുന്ന ഈ വൈദ്യ പാരമ്പര്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലും വളാഞ്ചേരിയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. തനതായ ചികിത്സാ സമ്പ്രദായത്തിലൂടെ ഇന്ന് മലയാളത്തിന് സ്വന്തമായ ചങ്ങമ്പള്ളിയുടെ ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെ. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിലെ നിളാതീരത്ത് കൊണ്ടാടിയിരുന്ന വാണിജ്യ മഹോത്സവമായിരുന്നു മാമാങ്കം. പിന്നീട് ഈ മഹോത്സവം മാമാങ്ക അവകാശിയായ വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള ചേരിപ്പോരുകൾക്ക് വഴിതെളിച്ചു. പ്രാദേശികമായ വെട്ടിപ്പിടിക്കലുകൾ വഴി മാമാങ്ക അവകാശത്തോടൊപ്പം വള്ളുവനാടിൻ്റെ എല്ലാ അധികാരങ്ങളും നേടിയെടുത്ത സാമൂതിരി കർണാടകത്തിലെ ഹൂബ്ലിയിലെ ചങ്ങമ്പള്ളിയിൽ നിന്നും 4 തുളു ബ്രാഹ്മണരെ തിരുനാവായയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന പോരാളികളെ ചികിത്സിക്കുവാനും ആയോധന കലകൾ അഭ്യസിപ്പിക്കുവാനുമായി കൊണ്ടുവന്ന ഈ തുളു ബ്രാഹ്മണർക്ക് എടക്കുളം, താഴെത്തറ, ചെല്ലൂര്, കിഴക്കുംപാട്ട് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന 2.5 ഏക്കർ ഇഷ്ടദാനമായി സാമൂതിരി നൽകി. 12 കൊല്ലം കൂടുമ്പോൾ തിരുനാവായയിൽ വെച്ചിട്ട് കൊണ്ടാടുന്ന ഒരു വലിയൊരു മഹോത്സവമാണ് മാമാങ്കം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ പരിക്കേൽക്കുന്ന ആൾക്കാരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സാമൂതിരി രാജാവ് തെക്കൻ കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങളെ പൂർവികർ. കർണാടകത്തിലെ ഹുബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ ചങ്ങമ്പള്ളി എന്ന് പറഞ്ഞ ഫാമിലികളെ. അതിപ്പോഴും അവരെ കൺവെർട്ട് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ ജീവിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. വൈദ്യത്തിലും ആയോധന കലകളിലും അഗ്രഗണ്യരായ ഈ തുളു ബ്രാഹ്മണർ 42 കളരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കളരിത്തറ താഴെത്തറ ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. കാലാന്തരത്തിൽ മലബാറിൽ നടന്ന മുഗൾ പടയോട്ടങ്ങളും ചേരിപ്പോരുകളും തുളു ബ്രാഹ്മണരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. ആയിരത്തി 1755 അവസാന മാമാങ്കത്തോടുകൂടി തുളു ബ്രാഹ്മണരുടെ ശക്തി മലബാറിൽ ക്ഷയിക്കുവാൻ തുടങ്ങി. തങ്ങളുടെ അധപതനം തിരിച്ചറിഞ്ഞ ഇവർക്ക് ബ്രാഹ്മണ്യത്തെ ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തെ സ്വീകരിക്കേണ്ടി വരികയും ചെയ്തു. ചില ഉപാധികളോടുകൂടി ഇസ്ലാം മതം സ്വീകരിച്ച ഇവർ സൈനുദ്ദീൻ മഹ്ദുൾ എന്ന സൂഫി വര്യനിൽ നിന്നും വൈദ്യത്തിൽ കൂടുതൽ അവഗാഹം നേടിയെടുക്കുകയും തങ്ങളുടെ വംശപരമ്പരയെ മലബാറിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു.
ദേശങ്ങൾക്കപ്പുറത്തു നിന്നും മലയാള മണ്ണിലേക്ക് വന്ന് തലമുറകൾ കടന്നുപോയ വൈദ്യ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് ഇന്നറിയപ്പെടുന്ന ചങ്ങമ്പള്ളി വൈദ്യ കുടുംബം. അതിപ്രശസ്തരായി മാറിയ നിരവധി പ്രതിഭകൾ ചങ്ങമ്പള്ളിയുടെ ഈ വൈദ്യഗ്രഹങ്ങളിൽ നിന്നും പിന്നീട് ജന്മം കൊണ്ടു. 106 വയസ്സുവരെ ജീവിക്കുകയും നാഡീ ചികിത്സയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത മമ്മുഗുരുക്കൾ എന്ന വൈദ്യശ്രേഷ്ഠൻ ചങ്ങമ്പള്ളി തലമുറയിലെ പ്രസിദ്ധ വൈദ്യനായി ഇന്നും അറിയപ്പെടുന്നു. ആയുർവേദത്തിൻ്റെ മഹത്വം പാരമ്പര്യത്തിലൂടെ തിരിച്ചറിഞ്ഞ ചങ്ങമ്പള്ളിയിൽ ആധുനികവും നൂതനവുമായ ചികിത്സാവിധികൾ ഇന്ന് വിജയകരമായി സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് അവർ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു മാറ്റം വരുത്താണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്. ഭക്ഷണക്രമത്തിൽ, അതേപോലെ അവരുടെ ഈ ജീവിതചര്യകളിൽ ഒക്കെ ഒരു ഇപ്പോൾ ഞങ്ങളിത് വരുന്ന രോഗികളിൽ ചെറുപ്പക്കാരിലധികം വരുന്ന ആളുകൾക്ക് മുട്ടുവേദന, ഊരവേദന അങ്ങനെയുള്ള, അല്ലെങ്കിൽ BP, അല്ലെങ്കിൽ ഷുഗറുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ വരുന്നു. അപ്പോൾ അവരെ ഈ ജീവിതം നോക്കിയിട്ട് അവരെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി നടത്തിയിട്ട് അവർക്ക് അങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഭക്ഷണക്രമത്തിൽ, അത് വ്യായാമത്തിൽ, അത് ഇന്നത്തെ ഒരു ആധുനിക കാലഘട്ടത്തിൻ്റെ രീതി കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ യോഗ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനോട് കൂടെ അവർക്ക് സമന്വയിപ്പിച്ച് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ യോഗ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകളുണ്ട്. അതേപോലെ അവർക്ക് പിന്നെ അവരുടെ രോഗത്തെക്കുറിച്ച് അവർക്കൊരു ബോധവൽക്കരണം, നിങ്ങൾക്ക് പിന്നെ രോഗമാണുള്ളത്, അത് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു വിഹാരം, ആയുർവേദത്തിൽ ഈ ആഹാരം, വിഹാരം എന്ന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വിഹാരത്തിൽപ്പെട്ട കാര്യങ്ങൾക്ക് സാധാരണ ആരും അത്രയധികം പ്രാധാന്യം കൊടുക്കലില്ല. അപ്പോൾ ആ വിഹാരവും ആഹാരവും അത് രണ്ടിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്ന മതിലൊക്കെ ജീവിക്കണം, ആ രീതിയിലുള്ളൊരു. രോഗത്തെയും രോഗിയെയും പാരമ്പര്യ ശാസ്ത്രവിധി പ്രകാരം തിരിച്ചറിയുന്ന ചങ്ങമ്പള്ളിയിൽ ഓരോ രോഗത്തിനും ഉതകുന്ന മരുന്നുകളുടെ ശേഖരണം, വേർതിരിച്ചെടുക്കൽ തുടങ്ങി മരുന്നുൽപാദനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കൈമാറി വന്ന ശാസ്ത്രവിധി പ്രകാരം തന്നെ നടപ്പിലാക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ചങ്ങമ്പള്ളിയിലേക്ക് പാരമ്പര്യ വൈദ്യത്തിൻ്റെ തണൽ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തിച്ചേരുന്നു. ഇവിടുത്തെ ഫാക്ടറിയിൽ ഞങ്ങളെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ മാത്രമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർമ്മിക്കുന്ന മരുന്നുകൾ മുഴുവനും ഞങ്ങൾ തന്നെ കളക്ട് ചെയ്യാണ്. ഞങ്ങൾ ഏതായാലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മരുന്നുകളെല്ലാം ഞങ്ങൾ പരിസരത്ത് തന്നെ കൃഷി ചെയ്തിട്ട് ഇവിടെ തന്നെ ഞങ്ങൾ സംഭരിച്ചിട്ട് ആ മരുന്നുകൾ ഉപയോഗിച്ചാണ് മരുന്നുകൾ പാകം ചെയ്യുന്നത്. ഇതൊരിക്കലും ഇങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. വിലയിൽ അല്പം കൂടുതലാണെങ്കിലും ഞങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മരുന്നുകൾ നിർമ്മിക്കുന്നുള്ളൂ. അതും വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് കാരണം ഞങ്ങളെ രോഗികൾക്കുള്ള മരുന്നുകൾ മാത്രമേ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മരുന്നുകൾ മാത്രമേ ഞങ്ങളെ രോഗികൾക്ക് കൊടുക്കുന്നുള്ളൂ.